നമസ്കാരം. കാസർഗോഡ് തിരുവനന്തപുരം സിൽവർ ലൈൻ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ ഓരോന്നും പരിശോധിച്ച ശേഷം പിൻവലിക്കും. ഇതിനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പ് കോടതിക്ക് കൈമാറുകയും ചെയ്യും. വി.ഡി. സതീശൻ സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭായോഗത്തിൽ നിർണായകമായ ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ശ്രീമതി മിനി കെ ഫിലിപ്പ് സമരസമിതിക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് പങ്കുചേരും. ഷാനിൽ ബോസ് കോൺഗ്രസ്, ശ്രീ ഷിബു മീരാൻ മുസ്ലിം ലീഗ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ ആർ എസ് രാജീവ് BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി മിനി കെ ഫിലിപ്പ്, 2022 ജൂണിന് ശേഷം സിൽവർ ലൈൻ പദ്ധതി മരവിപ്പിച്ച നിലയിലായിരുന്നു. പക്ഷേ ഈ കുറ്റികൾ അവിടെ കിടക്കുന്നതുകൊണ്ട്, വിജ്ഞാപനം നിലനിൽക്കുന്നത് കൊണ്ട്, അലൈൻമെന്റ് തീരുമാനിക്കപ്പെട്ട ഇടങ്ങളിലെ ഭൂവുടമകൾ ആ പ്രശ്നം ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിജ്ഞാപനം റദ്ദാക്കുന്നതോടുകൂടി സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട്, കേരളയിലുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ക്ലോസ് ചെയ്യപ്പെടുകയാണോ? തീർച്ചയായിട്ടും വിജ്ഞാപനം റദ്ദാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാഥമികമായ നടപടിയാണ്. പദ്ധതി സമ്പൂർണമായും പിൻവലിച്ച് ഉത്തരവിറക്കണം എന്നതാണ് കഴിഞ്ഞ 7 വർഷത്തോളമായി സമരസമിതിയും കേരളത്തിലെ ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനാവശ്യമായ ഒരു പദ്ധതിയാണ് എന്ന് ഇതിനകം തന്നെ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പദ്ധതി പിൻവലിച്ച് ഇന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളത് സമരത്തിൻ്റെ വിജയം തന്നെയാണ്. ഇത് 1ാം ഘട്ട വിജയമാണ്. ഈ വിജയം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ജനങ്ങളുടെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒരു പ്രഘോഷണം കൂടിയാണിത്. കഴിഞ്ഞ 7 വർഷത്തോളമായി ധാരാളം പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട്, അഭിമുഖീകരിച്ചുകൊണ്ട്, അതിനെല്ലാം തരണം ചെയ്ത് ഒറ്റക്കെട്ടായി ജനങ്ങൾ നിലകൊള്ളുകയാണ് ചെയ്തത്. അതിൻ്റെ വിജയമാണിത്. ജനങ്ങളുടെ സംഘടിത ശേഷിയെ, ജനങ്ങളുടെ ഇച്ഛയെ, അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെയും കൂടെ തെളിവാണിത്. ഇത് പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കണം. അങ്ങനെ ഉത്തരവിറക്കുന്നതിലൂടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇതിനകം വന്നിട്ടുള്ള പ്രഖ്യാപനം അത് റദ്ദ് ചെയ്യണം. ഈ സമരത്തിൻ്റെ പേരിൽ കേരളത്തിൽ ധാരാളം ജനങ്ങൾ, നിരവധി, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനങ്ങൾ ഇന്ന് 100 കണക്കിന് ആളുകൾ കോടതികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കേസുകൾ റദ്ദ് ചെയ്യണം. ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു. സമരസമിതിയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി നടന്നു വരുന്ന സമരത്തിൻ്റെ ഏതാണ്ടൊരു സഹയാത്രികൻ തന്നെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ വി.ഡി. സതീശൻ. അദ്ദേഹം നിരവധിയായ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മാടപ്പള്ളിയിലെ സമര പന്തലിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആ പന്തലിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് അടക്കം നിരവധി പരിപാടികളിൽ ഞങ്ങളുടെ സഹയാത്രികനായിരുന്നു. അന്ന് അദ്ദേഹം തന്ന ഉറപ്പ് തീർച്ചയായിട്ടും പാലിക്കുകയാണ് ചെയ്തത്. വിജ്ഞാപനം റദ്ദാക്കുക എന്ന് പറയുന്നത് മുന്നോട്ടുള്ള നടപടികളുടെ പ്രാഥമികമായ സംഗതിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ വിജ്ഞാപനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ക്രയവിക്രയത്തിന് പദ്ധതി ശരിക്കും ഫ്രീസറിൽ വെക്കപ്പെട്ട പദ്ധതിയാണ്. പക്ഷേ ഭൂമിയുടെ ക്രയവിക്രയവും ആ ഭൂമി ഈടുവെച്ച് ലോൺ എടുക്കുന്നതുമൊക്കെ നിലവിൽ ഈ വിജ്ഞാപനം റദ്ദാവുന്നത് വരെയും ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നോ? അങ്ങനെ ഒരു പ്രശ്നം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നോ? നടക്കുന്നില്ല. ഒരു തരത്തിലുള്ള ക്രയവിക്രയം, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ധാരാളമായ പ്രതിസന്ധികൾ അതിനെ ചുറ്റിപ്പറ്റി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിർദ്ദിഷ്ട പദ്ധതിയുടെ അലൈൻമെന്റിന് കീഴിൽ വരുന്ന ജനങ്ങൾ കടന്നുപോയതാണ്. പലതരത്തിലുള്ള രോഗികളായിട്ടുള്ള ആളുകൾ അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിച്ചിട്ട് നടന്നില്ല. വില്ലേജ് ഓഫീസുകളിലടക്കം, ബാങ്കുകളിലടക്കം ഈ അലൈൻമെന്റിൽ 25 മീറ്ററിനകത്തുള്ള ഭൂമിയിൽ വരുന്നയാൾ, 25 മീറ്ററിനകത്തുള്ളത് മാത്രമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 100 മീറ്ററിന് അകത്ത് വരുന്ന ഭൂമി പോലും ഈ ക്രയവിക്രയങ്ങൾ തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഇതിനകം.
ധാരാളമായ പരാതികൾ ഈ വിഷയത്തെ മുൻനിർത്തി കഴിഞ്ഞ 4-5 വർഷമായി നമ്മൾ സംസ്ഥാന സർക്കാരിന്, മുൻ ഗവൺമെന്റിന്, വില്ലേജ് ഓഫീസുകളിൽ, കളക്ടർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലുടനീളം. നിങ്ങളും അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, കൃത്യമാണ്. ശ്രീ പ്രേംകുമാർ, എന്താണ് ഇന്നത്തെ ഈ സർക്കാർ തീരുമാനത്തിന്റെ, ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച ഈ തീരുമാനത്തിന്റെ പ്രസക്തി എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിലേക്ക് വരാം. ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ശ്രീ അനിൽ ബോസ്, രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കേരളയിലുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ചിരുന്ന വിജ്ഞാപനം റദ്ദാക്കുന്നു. ഇത് സർക്കാരിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള സൂചന നൽകുന്നതാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഉന്നയിച്ചത്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത്, ആ കാര്യങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുഗുണമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അന്നത്തെ അവസാനത്തെ മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കടുംവെട്ട് തീരുമാനങ്ങളെക്കുറിച്ച് അന്വേഷണത്തിന് മന്ത്രിസഭാ സമിതിയെ വെക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. ഇതൊരു ആരംഭ ശൂരത്വം മാത്രമായിരിക്കുമോ, അതോ തുടർന്ന് അങ്ങോട്ട് ഈ നിലപാടും ഈ നയവും പ്രതീക്ഷിക്കണോ? തുടക്കം കണ്ടിട്ട് അഭിലാഷിനെന്ന് തോന്നുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ള നിലയിൽ പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ജൂൺ 15 മുതൽ പ്രാവർത്തികമാകുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും ശക്തമായി പിന്തുണച്ച സമരമാണ് ആശാ വർക്കർമാരുടെ സമരം. അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുണ്ടായി. അംഗനവാടി ജീവനക്കാരുമായി ബന്ധപ്പെട്ട സമരത്തിന് ഞങ്ങൾ വളരെ ശക്തമായ പിന്തുണ നൽകിയതാണ്. അവിടെയും ഞങ്ങൾ വളരെ പോസിറ്റീവായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. വയോജന വകുപ്പ് ഞങ്ങൾ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഞങ്ങളുടേത്. അത് തീരുമാനിച്ച് ഉത്തരവായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിനി കെ ഫിലിപ്പ് ഒരുപാട് സമര പോരാട്ടങ്ങളിൽ നിന്നിട്ടുള്ള ആളാണ്. കേരളയിലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഏറെ വിഷമിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്ത ഒരു വിഷയം ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ, സമരങ്ങൾ വരുമ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ മിനിമം മര്യാദയാണ്. ഒരു നല്ല നിലയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഒരു നല്ല ചർച്ച, അതിൻ്റെ പോരായ്മകൾ അതൊക്കെ ചർച്ച ചെയ്ത് ആശങ്കയുള്ളവരെ അത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു സമീപനമുണ്ട്. അതൊരു വിശാലമായ വീക്ഷണത്തിൽ കാണേണ്ട കാര്യമാണ്. അങ്ങനൊന്നും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ, കേരളയിൽ സമരത്തിൽ, അതുപോലെ തന്നെ അംഗനവാടികളുടെ സമരത്തിൽ, അതുപോലെ തന്നെ PSC റാങ്ക് ഹോൾഡേഴ്സ് അവർ എത്രയോ ദിവസങ്ങളാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തത്. പാവപ്പെട്ട നമ്മുടെ കുട്ടികൾ മുട്ടിലിഴഞ്ഞ് ചോരയിട്ട് വീഴുന്നത് നമ്മൾ കണ്ടില്ലേ അഭിലാഷേ? ഒരനുഭവപൂർവമായ ഒരു ചർച്ചയ്ക്ക് ഇവർ തയ്യാറായോ? ഞങ്ങൾ അതും പാലിച്ചെന്നേ. അവരുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു തുടക്കം അതിഗംഭീരമാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൻ്റെ ഓരോ നടപടികളും തുടങ്ങുമ്പോൾ തന്നെ വലിയ സന്തോഷം പകരുന്ന ഒന്നാണ്. നിങ്ങൾ മറ്റൊന്നുകൂടി ആലോചിക്കണം. എനിക്ക് തോന്നുന്നത് UDFൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വകുപ്പുകൾ അതിനുശേഷമാണ് നിശ്ചയിച്ചത് എങ്കിൽ പോലും അതൊരു ദിവസം എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ അതിശക്തമായി ഒരു വലിയ ടീമിനെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ടീം, പരിചയസമ്പത്തുള്ള ടീം, സാധാരണക്കാരൻ്റെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ മകൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ആലോചിച്ച് നോക്കൂ, OJ ജനീഷ്. അപ്പോൾ അത്തരം ആളുകളെ വളരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന സെലക്ഷൻ പ്രോസസ്സ് ഭരണ സമിതിയിൽ, അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം 10 വർഷമായി ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതിനോട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ എത്രത്തോളം അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വിനയത്തോടെ, വിവേകത്തോടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുയർത്തുന്ന ഏത് സമരവും, ഏത് പ്രക്ഷോഭവും, ഏത് ആവശ്യങ്ങളും അത് പോസിറ്റീവായി കണ്ട് അവരെ ഉൾക്കൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയൊരു ജനപക്ഷ സർക്കാരാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിന് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, ശരി. ശ്രീ RS രാജീവ്, പറഞ്ഞത് പ്രവർത്തിക്കും, ഇതാണ് UDF പറയുന്നത്. ഞങ്ങൾ ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തുന്ന കാര്യം പറഞ്ഞു. മുൻ സർക്കാരിൻ്റെ
കാര്യത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുന്നത് പറഞ്ഞു. ഇതായിപ്പോ കെ റെയിലിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാടെന്തോ അതിനനുഗുണമായ സമീപനം ഇപ്പോൾ ഭരണത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് UDFന്റെ ഈ സർക്കാരിന്റെ ടേക്ക്. BJPയും ഈ സമരത്തിൽ പങ്കാളിയായ പാർട്ടിയാണല്ലോ. എന്ത് തോന്നുന്നു? കൊള്ളാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരത്തിൽ ആദ്യം മുതൽക്ക് തന്നെ വ്യക്തമായിട്ട് ഏതാണ്ട് 22,000 കുടുംബങ്ങൾ അവരോടൊപ്പമായിരുന്നു. അന്നത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ V മുരളീധരൻ തിരുവനന്തപുരത്ത് കരിക്കാവ് മുതൽ വർക്കല വരെ ഇരയായിട്ടുള്ള ആൾക്കാരെ നേരിട്ട് കണ്ട് സംവേദിക്കാൻ ശ്രമിച്ചു. നിരവധിയായിട്ടുള്ള സമരങ്ങൾ, അതായത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തന്നെ നമ്മൾ ഈ മഞ്ഞക്കല്ല് കൊണ്ടിട്ട നിരവധി സമരങ്ങൾ കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നടത്തിയ സമരമാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ആ സർക്കാർ ചെയ്ത നടപടിയിൽ ഞങ്ങൾ ആരും എതിർപ്പ് പറയുന്നില്ല. ഇവിടെ വിഷയം എന്താണ്? ഈ കേരയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരയിൽ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ബലിയൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സർക്കാർ അതിന് തയ്യാറായില്ല. കേരളത്തെ രണ്ടായിട്ട് മുറിക്കുന്ന പാരിസ്ഥിതിക വിഷയം വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാത്ത, യഥാർത്ഥ DPR പോലും ഇല്ലാത്ത ഒരു പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത്. സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് അപ്പുറത്തേക്ക് അപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് എണ്ണം. അത് നമ്മൾ വന്ദേ ഭാരത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൽ കയറി കൊണ്ടുപോകാൻ പറ്റും. അത്തരത്തിൽ ധാർഷ്ട്യത്തിൽ, അതായത് ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാധിക്കാതെ, കല്യാണം കഴിക്കാൻ സാധിക്കാതെ, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് പോലും ഭൂമി ഒന്ന് പണയപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 7 വർഷക്കാലം ഒരു സമൂഹം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഉയർത്തിയ മുദ്രാവാക്യം ഇത് പിൻവലിക്കണമെന്നാണ്. അതിനോടൊപ്പം സർക്കാർ വന്നാൽ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ശരി, ശ്രീ ഷിബു മീരാൻ, അപ്പോഴേക്ക് പ്രേംകുമാറിന്റെ കണക്ടിവിറ്റി ശരിയാക്കൂല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യൂ. ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങിയ ദിവസങ്ങളാണ്, ഹണിമൂൺ ഡേയ്സ് ആണ്. ഇപ്പോൾ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ധാരാളം നടത്താൻ കഴിയും. പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കയ്പുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുയോജ്യമല്ലാത്ത കെ റെയിൽ എന്ന വാദം അന്ന് തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ശാസ്ത്രീയ വീക്ഷണം പുലർത്തുന്ന നിരവധി ആളുകൾ മുന്നോട്ട് വെച്ചതാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിന്തുണ അതിനുണ്ടായിരുന്നു. ആ വിജ്ഞാപനം റദ്ദാക്കുന്നതോടുകൂടി ഒരുപാട് മനുഷ്യർക്ക്, ഈ വെറുതെ മഞ്ഞക്കുറ്റി വീണ് കിടക്കുന്ന ഭൂമിയിലെ മനുഷ്യർക്ക് അവരുടെ ഭൂമി സംബന്ധിച്ച് ഇനി അതിന്റെ ക്രയവിക്രയം നടത്താൻ കഴിയും, പണയം വെച്ച് വായ്പ എടുക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്, നല്ല കാര്യമാണ്. അതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് തുടർന്നുള്ള നയസമീപനങ്ങൾ എന്ത് എന്നതിനെ കുറിച്ചുള്ള സൂചന ഇതിൽ നിന്ന് വായിക്കണം. അഭിലാഷ്, ഇപ്പോൾ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കേരളയിൽ സമരം. സാധാരണ സമരങ്ങളോടുള്ള പോലെയുള്ള കേരളം വല്ലാതെ ഇമോഷണലായി കണക്റ്റഡ് ആയ ഒരു സമരമായിരുന്നു ഇത്. ഈ കേരളയിൽ നിന്ന് ആലോചന വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അവരൊരു DPR തയ്യാറാക്കുന്നു, 63,000 കോടി അതിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നു. പക്ഷെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതോടെ കേരളയിൽ അത് വരും കേട്ടോ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിച്ച ഒരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടായിരുന്നു. വല്ലാതെ പിന്നെന്താണ് സമരക്കാരെ പോലീസ് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ. ഇപ്പം ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ്റെ മണ്ഡലമായിരുന്നു. അവിടെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്ന ഒരു വയോധികയുടെ വീട്ടുമുറ്റത്ത് അടുപ്പ്, ആ അടുപ്പിൻ്റെ നടുക്ക് 3 കല്ല് ചേർത്ത് വെച്ച അടുപ്പിൻ്റെ നടുക്ക് 4ാമത്തെ ഒരു കല്ലായിട്ടാണ് ഈ കേരളയിലെ മഞ്ഞക്കുറ്റി വരുന്നത്. പ്രതിപക്ഷ യുവജന സംഘടനകൾ കല്ലുകൾ പിഴുതെറിയുന്ന കാലമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ ആ കല്ലുകൾ പിഴുത് ദൂരെ എറിഞ്ഞു. പിറ്റേ ദിവസം ഈ മന്ത്രി നേരിട്ട് വരികയാണ്. എന്നിട്ട് അവരോട് ലൈഫ് മിഷനിൽ മനോഹരമായ വീട് പണിത് തരുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ നോക്കി നിൽക്കെ വലിച്ചെറിഞ്ഞ കല്ലുകൾ കൊണ്ടുവന്ന് മന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അത് പിന്നീട് അവിടെ പുനഃസ്ഥാപിക്കുന്നതും ഈ സഹോദരിക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർക്ക് ആ വീട് കിട്ടിയില്ല. 1 വർഷത്തോളം അവർ അപേക്ഷ നൽകി കാത്തിരുന്നു. പിന്നീട് ഈ കേരളയിൽ വിരുദ്ധ സമരസമിതിയാണ് ആ വീടിന്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത്. അതിന്റെ തറയ്ക്ക് പണം കെട്ടുന്നത് ഇവർ 99 വാഴകൾ നട്ടു. എന്നിട്ട് ആ വാഴക്കുലകൾ ലേലം ചെയ്ത് വിറ്റ് തറയുണ്ടാക്കി വീട് പണിതു. 1-2 വർഷം കഴിഞ്ഞ്, എൻ്റെ ഓർമ്മ ശരിയാണ് 2025 ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നത്. ഈ കുറ്റി വീണ് കിടന്നത് എന്ന് വെച്ചാൽ ആ ഒരു പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഒരു റെയിൽവേ പദ്ധതിയാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ ഈ മഞ്ഞക്കുറ്റിയുമായി പോയി ധിക്കാര സ്വരത്തിൽ കോടികൾ ചെലവഴിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ വീടിന്റെ മുറ്റത്തും അടുപ്പിലും അടുക്കളയിലും ഒന്നും ഈ കുറ്റി സ്ഥാപിക്കേണ്ടിയിരുന്നില്ല. ഇനി ആ പദ്ധതി നടപ്പാവില്ല. മറ്റ്
ആലോചനകളിലേക്ക് അന്നത്തെ ഗവൺമെന്റ് പോകണം. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ 100 കോടി രൂപ, അത് കേരളയിൽ എന്നല്ല ആ പദ്ധതിയുടെ പേര്, അതൊരു അതിവേഗ റെയിൽപാതയാണ്, പക്ഷെ അതിന്റെ പേര് മറ്റൊന്നാണ്. എന്നാൽ പിന്നെ കേരയിൽ പദ്ധതിയല്ല, ഞങ്ങളുടെ ആലോചന ഇതാണ് എന്ന് വന്നാൽ ഇന്ന് കേരളത്തിലെ പുതിയ സർക്കാർ ചെയ്തതുപോലെ ലളിതമായിരുന്നു. അത് അവർക്കൊരു ഉത്തരവിറക്കാമായിരുന്നു. ഈ അഹല്യാശില പോലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ മുകളിൽ പതിച്ചു കിടക്കുന്ന ഈ കല്ലുകൾ പറിച്ചെറിഞ്ഞ് അവർക്ക് ശാപമോക്ഷം കൊടുക്കാമായിരുന്നു. ആ ഗവൺമെന്റ് അത് ചെയ്തില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഒരുപാട് പിന്നെ കാര്യങ്ങളിൽ പലതും നടപ്പാക്കി വരുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇത് നടപ്പാക്കിയിരിക്കുന്നു, അത് ഡീനോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ആ കല്ലുകൾ കിടന്നതുകൊണ്ട് ആ മനുഷ്യർക്കുള്ള പ്രയാസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു റിലീഫാണ്. കാരണം കേരളം ഒന്നടങ്കം എതിർത്ത, ഒരു നിലക്കും ഫിനാൻഷ്യലി വയബിൾ ആവാത്ത, നമ്മളെ വലിയ കടബാധ്യതയിലേക്കും പാരിസ്ഥിതിക ആഘാതങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ ബദൽ ആലോചനകളാണ്. ഏത് വികസന പദ്ധതിയും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി മാത്രം, ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ വെറുതെ കൂറ്റനാടുണ്ടാക്കുന്ന അപ്പം 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് ചൂടോടെ പോയി വിറ്റ് അതിന്റെ പൈസയും വാങ്ങി തിരിച്ചു വരാം എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വേഗത, നമ്മുടെ ഗതാഗത സൗകര്യങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ആലോചനകളിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ നമ്മൾ 2 പ്രളയങ്ങൾ നേരിട്ടു. പ്രളയ സമയത്ത് കിറ്റ് കൊടുത്തേണ്ട കാര്യമില്ല. ഇനി ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായ പ്രളയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന അപ്പോൾ വളരെ സന്തുലിതമായ സസ്റ്റൈനബിൾ ആയ വികസന പാതകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിത്തരത്തിലുള്ള കൂട്ടക്കുടിയൊഴിപ്പിക്കലുകളോ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി അവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു ഭാവിയിലേക്കൊരു ആലോചനയില്ലാതെ കല്ലുകൾ നാട്ടിവെച്ച് അവരെ ആ കല്ലുകളിൽ കെട്ടിയിടുന്നതല്ല എന്ന ബോധോദയമുള്ളൊരു ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കുന്നു എന്ന ശുഭസൂചന ഇതിലുണ്ട്. ഇപ്പൊ സമരസമിതിയുടെ പ്രതിയും തൽക്കാലത്തേക്കെങ്കിലും അവർ ഇതിനെ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഇതൊരു ആരംഭശൂരത്വം എന്ന നിലക്കല്ല, ഒരു ഗവൺമെന്റ് അത് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇത് മാത്രമല്ല, ഈ തീരുമാനങ്ങളൊക്കെയും കാണിക്കുന്നത് എന്ന നിലയ്ക്ക് ഇപ്പോ അതിനെ പോസിറ്റീവായി കാണണമെന്നാണ് അങ്ങയോടടക്കം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, തീർച്ചയായിട്ടും. ഡോക്ടർ പ്രേംകുമാർ, മഞ്ഞക്കുറ്റിയുടെ ശാപം മാറുകയാണ്. മഞ്ഞക്കുറ്റിയുടെ ശാപം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞക്കുറ്റി ഇട്ടുപോയതുകൊണ്ട്, ഒന്ന്, ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിട്ടില്ല, പ്രാഥമികമായിട്ടുള്ള അനുമതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മഞ്ഞക്കുറ്റി കിടക്കുന്നത് കൊണ്ട് ആ ഭൂമി എങ്ങനെയാണോ അതിൻ്റെ ഉടമസ്ഥന് സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുക, അതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ബാങ്കുകൾ മഞ്ഞക്കുറ്റി കിടക്കുന്ന ഭൂമിയെ ആ നിലയ്ക്കായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വിജ്ഞാപനം റദ്ദാക്കപ്പെടുന്നതോടുകൂടി അലൈൻമെന്റ് ഉള്ള മേഖലകളിലെ ഭൂമിയുടെ ഉടമസ്ഥർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ ചോദിക്കും, അവരുടെ ഭൂമി ആരെങ്കിലും പിടിച്ചെടുത്തോണ്ട് പോയോ എന്ന്. ഇല്ല, പക്ഷേ ആ മഞ്ഞക്കുറ്റി ഒരു ശാപം പോലെ അവിടെ കിടക്കായിരുന്നു. എങ്ങനെ കാണണം സർക്കാരിന്റെ ഈ തീരുമാനത്തെ? ആ മനുഷ്യരുടെ ആശങ്ക നെഞ്ചിലെടുത്ത് വെച്ച വലിയ കനമെടുത്ത് ഇറക്കി വെച്ചതുപോലെ ഇല്ലേ? അഭിലാഷിന്റെ ചർച്ചയുടെ ടൈറ്റിലും എനിക്ക് മുന്നേ സംസാരിച്ച 4 പേര് സംസാരിച്ച കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങളല്ലാതെ വസ്തുതകൾ പലതും അവർ മൂടി വെക്കുകയാണെന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, പലരുടെ വീടുകളിലും വീടിൻ്റെ ഉള്ളിലും ഈ മഞ്ഞക്കുറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വീട് വിൽക്കാൻ പറ്റില്ല, സ്ഥലം വിൽക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം അവരെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റിലീഫാണ് എന്നുള്ള കാര്യത്തിന് എനിക്ക് തർക്കമില്ല. ഡീനോട്ടിഫൈ ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ആളുകൾ തൽക്കാലം അവരുടെ ടെൻഷനിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കണം നമ്മൾ. അതായത് കേന്ദ്ര ഗവൺമെന്റിന് 49%, സംസ്ഥാന സർക്കാരുകൾക്ക് 51% രീതിയിൽ കോർപ്പറേഷനുകൾ രൂപീകരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഹൈസ്പീഡ് ഓർ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ള പദ്ധതി പിണറായി വിജയന്റെ പദ്ധതിയല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും DPR സബ്മിറ്റ് ചെയ്തതും കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് മുംബൈ കോറിഡോറിന്റെ വർക്ക് ഏകദേശം തീരാറായി. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി തുടങ്ങിയ പദ്ധതിയല്ല. ഇടതുപക്ഷ മുന്നണി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കേരളത്തിന് തെക്കു വടക്ക് അതിവേഗ റെയിൽ എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു, പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഈ 2026 ഇലക്ഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പൊ അധികാരത്തിലേറിയ UDF ഇറക്കിയിട്ടുള്ള 6 പേജുള്ള അവരുടെ സമ്മറി പ്രകടന പത്രികയിലെ 5ാമത്തെ പേജിൽ നടുവിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കുമെന്ന്. HSR, സെമി ഹൈസ്പീഡ് അല്ല, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുമെന്ന്. സമരസമിതിയുടെ പ്രതിനിധി ഇവിടെ പറയുന്നത് 100% കേരളത്തിന് വേണ്ടാത്തതാണെന്നാണ്. കേരയിൽ എന്ന് പേരുള്ള അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പേരുള്ള പിണറായി വിജയന്റെ സിമ്പിളായിട്ട് നിങ്ങൾ കാണുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷേ കേരളത്തിന് അതിവേഗ റെയിൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം നിലവിൽ അധികാരത്തിൽ വന്നിട്ടുള്ള UDF സർക്കാരിനും ഇല്ല. 2011, 16, 21, 26 പ്രകടന പത്രികയിലെല്ലാം LDF, UDF പറയുന്നുണ്ട്
കേരളത്തിന് വേണ്ടതാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ എന്നുള്ളത്. പിന്നെ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിലാണ് കഴിഞ്ഞ തവണ, അതായത് പിണറായി വിജയന്റെ സെക്കൻഡ് ടേമിൽ ഇത് നടപ്പിലാക്കിയതിൽ ഇതിന്റെ ഗുണഭോക്താക്കളെയും ഇതിന്റെ ദോഷം ബാധിക്കുന്ന ആളുകൾ, സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും എടുക്കുകയും ചെയ്യുന്നതിൽ സർക്കാരിന് വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അഥവാ സർക്കാരിനെ വിജയിക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങളോ വലിയൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളോ സമ്മതിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഇനി ഈ സമരത്തിന്റെ വിജയമായിരുന്നു ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ തീയതി വരെ, ഇന്ന് രാവിലെ ക്യാബിനറ്റ് ഡിസിഷൻ വരുന്നത് വരെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിലിരിക്കുന്ന DPR, കേരയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളിയിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് ലീഗൽ സ്റ്റാറ്റസ്, അതായത് ശരിയായ സ്റ്റാറ്റസ് ഇതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ അതെന്താണ്, ഫ്രീസറിൽ വെച്ച അവസ്ഥയാണ്. ഗവൺമെന്റ് ആയിട്ട്, കേരള ഗവൺമെന്റ് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, അത് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. വേണ്ടെന്ന് തീരുമാനിച്ചതിന്റെ കാരണമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സാധാരണ പോലെ ഒരു നല്ല നുണയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിന് DPR പോലും ഇല്ല എന്നാണ്. ജൂൺ 24-ാം തീയതി കേരയിൽ കോർപ്പറേഷൻ പ്രോപ്പറായ DPR. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, പ്രോപ്പറായ DPR ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് റെയിൽവേ മന്ത്രാലയമാണ്. റെയിൽവേ മന്ത്രാലയം ഇന്നേ വരെ ഇത് പ്രോപ്പറായ DPR അല്ല, അതുകൊണ്ട് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കൊടുത്തിട്ട് എത്ര വർഷമായി എന്നറിയോ, 6 വർഷമായി. അത് അവിടെ വെച്ചിരിക്കുകയാണ്. അവർ ക്വയറീസ് ചോദിക്കുന്നു, അവർ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നു. അപ്പം DPR ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്താണ്, 200 കിലോമീറ്ററോളം എംബാങ്ക്മെന്റ് ആണ്. അത് കേരളത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എംബാങ്ക്മെന്റ് സ്വാഭാവികമായിട്ടും ചരിഞ്ഞു കിടക്കുന്ന കേരളത്തിന് പ്രശ്നം ഉണ്ടാവും. അതിനിടയിലൂടെ വെള്ളം ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാവാൻ വേണ്ടത്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിനപ്പുറത്തേക്കും 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ ദൂരം എംബാങ്ക്മെന്റ് ആണ്, കുറെ ദൂരം പുഴയേക്കാൾ ആഴത്തിൽ കീറിയിട്ടാണ് ഇത് ലെവലാക്കിയിട്ടുള്ളത്. അതിലൂടെ ഈ മഴക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി VD സതീശൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ കേരളത്തിന് ഇതുപോലെ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വേണം. അദ്ദേഹം വളരെ വിചിത്രമായ 2 കാര്യങ്ങൾ പറയുന്നു. സാമ്പത്തിക ബാധ്യതയില്ലാതെ, പാരിസ്ഥിതിക പ്രത്യാഘാതമില്ലാതെ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത്. കാരണം എങ്ങനെയാണ് ഇത്രയും നീളത്തിൽ ഒരു റെയിൽ കോറിഡോർ ഉണ്ടാക്കുക പാരിസ്ഥിതിക ആഘാതമില്ലാതെ? ഒരു വികസന പ്രവർത്തനവും, നിങ്ങളൊരു വീട് വെക്കുന്നതായിരുന്നാലും കിണർ കുഴിക്കുന്നതായിരുന്നാലും ശരി, പാരിസ്ഥിതിക ആഘാതം ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതവും അതുകൊണ്ട് മൊത്തം ജനങ്ങൾക്കും സമൂഹത്തിനുണ്ടാകുന്ന ഗുണവും കൂടെ തട്ടിച്ചു നോക്കിയിട്ടാണ്, അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയാം, EIA. ഇത് തട്ടിച്ചു നോക്കിയിട്ടാണ് ചെയ്യാം. പിന്നെ ആളുകൾക്ക് അലർജി ഉള്ളത് നിങ്ങൾ ഈ പറയുന്ന പോലെ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞ സാധനത്തോടല്ല. ഞാനിപ്പോ സംസാരിക്കുന്നത് പന്തീരാങ്കാവിന് തൊട്ടടുത്തിരുന്നിട്ടാണ്. പന്തീരാങ്കാവ് മുതൽ പാലക്കാട് വരെയാണ് പുതിയ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഉണ്ടായി വരുന്നത്. അത് അവസാനിക്കുന്നത് പന്തീരാങ്കാവിലാണ്. ഈ റൂട്ടിൽ ത്രൂ ഔട്ട് മഞ്ഞക്കുറ്റികൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. മഞ്ഞ നിറമുള്ള കുറ്റി തന്നെയാണ്. അവിടെ അക്വയർ ചെയ്യപ്പെട്ട ലാൻഡ് അക്വയർ ചെയ്യപ്പെട്ട ആളുകൾക്കെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഏത് നിരക്കിൽ നഷ്ടപരിഹാരം നമ്മൾ അത്രയും വിപുലമായി ആ കാര്യം സംസാരിച്ചു പോകുമ്പോഴുള്ള 1-2 പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ പ്രേംകുമാർ. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഇത് സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ റെയിൽവേ മൂട്ട് ചെയ്ത് അവർ പ്രപ്പോസ് ചെയ്ത പദ്ധതിയാണ്. ശരിയാണ്. എപ്പോ 2015-16 ഒരു സംയുക്ത പദ്ധതി എന്നുള്ള നിലയിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പോവാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് റെയിൽ കോർപ്പറേഷൻ ഉണ്ടായത്. അത് ശരിയാണ്. അതിന് ഇൻ പ്രിൻസിപ്പിൾ അനുമതിയാണ് റെയിൽവേയിൽ നിന്ന് കിട്ടിയത്. ഇൻ പ്രിൻസിപ്പിൾ അനുമതി കിട്ടിയ ശേഷം ആ സ്റ്റാറ്റസിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു വിജ്ഞാപനം ഇറക്കി ഭൂമി ഏറ്റെടുക്കാൻ ഒരുമ്പെട്ടപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഭൂമിയിൽ മഞ്ഞ കുറ്റി വന്ന് വീഴുമ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ഇൻ പ്രിൻസിപ്പിൾ അനുമതി മാത്രം കിട്ടിയിട്ടുള്ള, റെയിൽവേ ഫൈനലായി അംഗീകരിക്കാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഈ മഞ്ഞക്കുറ്റി പേറുന്ന ഭൂമി എത്രയോ കാലമായി കിടക്കായിരുന്നു. അപ്പോൾ ആ മഞ്ഞക്കുറ്റി അവിടുന്ന് പിഴുതു മാറ്റുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ സംബന്ധിച്ച് നടക്കാത്ത, എന്തെങ്കിലും ഒരു പക്ഷേ നടന്നേക്കാം എന്ന് മാത്രം പറയാവുന്ന, നടക്കാൻ ചിലപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പദ്ധതിയുടെ പ്രേതം പോലെ മഞ്ഞക്കുറ്റി പേറി ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സമ്മതിച്ചു. അഭിലാഷ് തന്നെ ഇലക്ഷന് ശേഷം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ, അതിനോട് ജനങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല, പക്ഷേ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് നടത്തുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടു. ഇതാണ് വാസ്തവം. അല്ലാതെ ഇവിടുത്തെ സമരസമിതിക്കാർ പറയുന്നത് പോലെ ഇത് ആവശ്യമില്ലാത്ത പദ്ധതി ആയതുകൊണ്ടല്ല. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ വരേണ്ട പദ്ധതിയാണ് എന്ന് എല്ലാ കാലവും UDF ഉം LDF ഉം പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഇപ്പോ ഈ 2 മാസം മുന്നേ ഇറക്കിയ പ്രകടന പത്രികയിലും UDF പറയുന്നുണ്ട് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരുമെന്ന്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരുമ്പോൾ ഇവരൊരു DPR ഉണ്ടാക്കും, റെയിൽവേ ബോർഡിന് സബ്മിറ്റ് ചെയ്യും, റെയിൽവേ ബോർഡ് അംഗീകരിക്കും, അപ്പൊ നടപ്പിലാക്കും. ഇനി ഒരു കാര്യം അഭിലാഷിന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് നടക്കാതെ പോയത് കേന്ദ്രത്തിലെ BJPയുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കെ സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, സിൽവർ ലൈൻ പദ്ധതി വേണ്ടതില്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് ആരാണ് സമരം നടത്തിയെന്നുള്ളത്. ഈ സമരസമിതിയും BJPയും ജമാഅത്തെ ഇസ്ലാമിയും സകല ഇടതുപക്ഷ മുന്നണിയിലില്ലാത്ത സകല സംഘടനകളും കൂടി ചേടിയായിരുന്നു. അത് BJPയുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. കേരളത്തിന്റെ വളരെ വളരെ പുരോഗതിയിലേക്കുള്ള വലിയൊരു വികസന സാധ്യതയാണ് ഇല്ലാതായി പോയത്. അതിലേക്ക് വരാം. അതിന് രാഷ്ട്രീയമായ മറുപടികൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. ശരി, അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമതി മിനി ഫിലിപ്പിന്റെ അഭിപ്രായം എനിക്കൊന്ന് അറിയേണ്ടതുണ്ട് അക്കാര്യത്തിൽ. ശ്രീമതി മിനി ഫിലിപ്പ്, ഇവിടെ കേരയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ എന്ന പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കിയിരിക്കുന്നു. ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു, വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് കേരളത്തിൽ ഒരു ഹൈ സ്പീഡ് റെയിൽവേയെ വേണ്ട എന്ന കാഴ്ചപ്പാടിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കേരളത്തിൽ ഒരു അതിവേഗ റെയിൽ ഇടനാഴി വേണം എന്ന നിലപാടുണ്ട്. അപ്പോൾ ഇനി ഈ കേരയിൽ എന്ന പുസ്തകം അടച്ചു എന്ന് കരുതി കേരളത്തിൽ അതിവേഗ റെയിലിനെ പറ്റി യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാകരുത് എന്നാണോ സമരസമിതി വിചാരിക്കുന്നത്? ഏതൊരു പദ്ധതിയും അത് ജനങ്ങളെ മുന്നിൽ കരുതി വേണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതൊരു പദ്ധതിയും കേരളയിലെ സിൽവർ ലൈൻ പദ്ധതി ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് കേവലം ഒന്നിവിടെ DPRനെ കുറിച്ച് പറഞ്ഞു. ഈ പദ്ധതിയുടെ തുടക്കത്തിൽ DPR ഉണ്ടായിരുന്നില്ല. സമരസമിതി ഏതാണ്ട് 1.5-2 വർഷത്തോളം പദ്ധതിയുടെ DPR എവിടെ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അങ്ങനെ നാനാ കോണിൽ നിന്നുള്ള സമ്മർദ്ദം വന്നതിന് ശേഷമാണ് 3-4 തവണയായിട്ടാണ് DPR പുറത്തു കൊണ്ടുവരുന്നത്. ഈ DPR വളരെ സ്തോഭജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു കൊണ്ടുവന്നത്. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരമായിട്ടല്ല ഈ പദ്ധതി വന്നത് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറയുന്നത് അതിന്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളാണ്. ആ പദ്ധതി അവസാനിച്ചു കഴിഞ്ഞല്ലോ. 520 അത് നല്ലതായിരുന്നോ ദോഷമായിരുന്നോ എന്ന ചർച്ചയ്ക്ക് പോലും ഇനി പ്രസക്തിയില്ല. ആ പദ്ധതി അവസാനിച്ചു കഴിഞ്ഞു. എന്റെ ചോദ്യം, ഇനി ഇപ്പോൾ സർക്കാർ ഞാനിത് പറഞ്ഞത് ഏത് പദ്ധതിയാണ്, ഏത് പദ്ധതിയല്ല, ഞാനിത് ഇങ്ങനെ ആ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ട് വരേണ്ടി വന്നാൽ എന്തായിരിക്കും അതിൽ നിലപാടെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു പദ്ധതി ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ അത് ചെറുക്കപ്പെടുക തന്നെ വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സമരസമിതി എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക്, ബഹുഭൂരിപക്ഷവും വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഹിതകരമാണോ അല്ലയോ എന്നതിനായിരിക്കണം മുൻഗണന, പരിഗണന എന്നാണ് എന്റെ അഭിപ്രായം. പെട്ടെന്ന് ചോദിച്ചോളൂ. അതായത് UDFന്റെ പ്രകടന പത്രികയിൽ ഹൈ സ്പീഡ് റെയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ആ പദ്ധതിയുമായിട്ട് UDF മുന്നോട്ട് പോയാൽ ഇതേ സമരസമിതി അതിനെ എതിർക്കുമോ, അതോ UDF ആണ് നടപ്പിലാക്കുന്നുള്ളതുകൊണ്ട് പ്രകൃതിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കുമോ? അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിന്. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. LDF കൊണ്ടുവന്ന പദ്ധതി അല്ലല്ലോ സമരസമിതി എതിർത്തത്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയാണ് എതിർത്തത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെയോ ഇതിനേക്കാളോ ജനദ്രോഹപരമായ പദ്ധതിയുമായി വരുമ്പം സമരസമിതി എതിർക്കുക തന്നെ ചെയ്യും. സമരസമിതി എതിർക്കും വ്യക്തമായോ? UDF ഗവൺമെന്റ് ജനവിരുദ്ധമായ പദ്ധതി കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. തർക്കമില്ലാത്ത കാര്യമാണ്. ശരി ഓക്കെ. ഷിബു മീര കൈവക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ വരാം. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വന്നു. ഷിബു മീരാൻ, കേരയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ എന്നുള്ളത് അപ്രായോഗികമാണ്, അത് വേണ്ട എന്ന് UDF തീരുമാനിക്കുന്നു. നല്ലത്.
ഇതിന് ബദലെന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളത്തിന് അതിവേഗത്തിൽ പോകുന്ന ഗതാഗത സംവിധാനങ്ങൾ വേണ്ട എന്നൊരു കാഴ്ചപ്പാട് UDF-നുണ്ടോ? ഇവിടെ പ്രകടന പത്രിക കോട്ട് ചെയ്തു. ഇവിടുത്തെ പ്രശ്നം കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെഹിക്കുലാർ ഡെൻസിറ്റി. നമ്മുടെ റോഡുകൾ ആവശ്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് സ്ലോ ആണ്. റോഡ് ട്രാഫിക് ആണെങ്കിലും ട്രെയിൻ ട്രാഫിക് ആണെങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിയാൽ കേരളത്തിൽ 50% സ്ലോവർ ആണ്. ഇതേ ട്രെയിനുകൾ തമിഴ്നാട്ടിൽ ഓടുന്ന സ്പീഡിലല്ല കേരളത്തിൽ ഓടുന്നത്. കാരണം നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് അറിയാലോ, ട്രാക്ക് 2 ലൈനേ ഉള്ളൂ. അത് ഇരട്ടിപ്പിക്കലും മറ്റുമൊക്കെ ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. ട്രാക്കും ഓവർലോഡഡ് ആണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടമാണ്. നമ്മൾ 2026 നിൽക്കുകയാണ്. സിൽവർ ലൈൻ ഇല്ല, ഓക്കെ. ഇനിയുള്ള ചോദ്യം UDF-ന്റെ ബദൽ എന്താണ് എന്നുള്ളതാണ്. തീർച്ചയായും അഭിലാഷ്, ഈ കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ റോഡുകളിൽ ഇങ്ങനെ പുഴയിൽ വെള്ളം ഒഴുകുന്നത് പോലെ വാഹനങ്ങൾ ഒഴുകുന്ന കാലം വരാനുണ്ട് എന്ന് 1/4 നൂറ്റാണ്ട് മുൻപ് തിരിച്ചറിഞ്ഞ് 2001, 2006 UDF മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിന് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു 4 വരിയോ 6 വരിയോ ഉള്ള അതിവേഗ പാത വേണമെന്ന് പറഞ്ഞ് എക്സ്പ്രസ് ഹൈവേ എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് പോയവരാണ് ഞങ്ങൾ. അന്ന് അതിനെ സമരം ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഉള്ളതുപോലത്തെ ഒരു ദേശീയപാത 1/4 നൂറ്റാണ്ട് മുൻപ് കേരളത്തിന് ലഭിക്കുമായിരുന്ന ഒരു ആലോചനയെ സമരം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും മുളയിലെ നുള്ളിയതാരാണ് എന്ന ചരിത്രപരമായ ഒരു പരിശോധന കൂടി ഇവിടെ നടന്നു പോവേണ്ടതുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിന്റെ വേഗത വർദ്ധിക്കണം, ഇവിടുത്തെ സഞ്ചാരത്തിന്റെ വേഗത വർദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ UDF-ന് 2 അഭിപ്രായം ഇവിടെ ആർക്കും ഉണ്ടാവില്ല. കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഗതാഗത സംവിധാനങ്ങൾ പുരോഗമിക്കണം. ആ സിറ്റീസ് നമുക്കെതിരെ ഇങ്ങനെ സ്റ്റില്ലാക്കി നിർത്തണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. നല്ല റോഡുകൾ നമുക്ക് വേണം, വേഗമുള്ള റെയിൽവേ ട്രാക്കുകൾ വേണം. എങ്ങനെയാണ് ഒരു പദ്ധതി നടപ്പാക്കുക? കൃത്യമായി അദ്ദേഹം പിന്നെന്താണ് ഇവിടെ സഖാവ് പ്രേംകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഒരു പദ്ധതിക്കകത്ത് ഒരു ബാലൻസിങ് നടക്കണം. അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത, അതുണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട്, അതിനെ മറികടക്കുന്ന നേട്ടങ്ങളുണ്ടോ, അതിനെ വെയിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഒരു പദ്ധതി നടപ്പാക്കുക. ആ അസസ്മെന്റ് കൃത്യമായി നടപ്പിക്കൊണ്ട് പിന്നെന്താണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുക്കണം. ഇപ്പോൾ ഈ സമരസമിതികളാണ് ഇവിടെ തിരിച്ചും മറിച്ചും ചോദിച്ചല്ലോ, നിങ്ങൾ സമരം ചെയ്തോ? ആ സ്ത്രീ ധീരമായി പറഞ്ഞു. പിന്നെ ഇവിടെ സമരസമിതി നേതാവ് ആ സഹോദരൻ കൃത്യമായി പറഞ്ഞു, UDF ഒരു പദ്ധതി കൊണ്ടുവരുന്നു, ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് അവർ പറഞ്ഞല്ലോ. ഇനി ഞാനൊരു ഉറപ്പ് തരാം, ഞങ്ങൾ ഒരു പദ്ധതിയുമായിട്ട് പോകും. എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കണമെന്നില്ല. ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ആളുകൾ ചിലപ്പോൾ സമരം ചെയ്തേക്കാം. 2022 ഈ സമരം ചെയ്ത ആളുകളെ ഇതേ സജി ചെറിയാൻ തീവ്രവാദികൾ എന്ന് വിളിച്ചതുപോലെ, ഭീകരവാദികൾ എന്ന് വിളിച്ചതുപോലെ, തീവ്രവാദ ഫണ്ടിംഗ് ഉള്ള സമരം എന്ന് വിളിച്ചതുപോലെ ഞങ്ങൾ അവരെ വിളിക്കില്ല. ഞങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യാൻ ഒരു ഈഗോയുടെ പ്രശ്നമില്ല. അവരെയും കേൾക്കും. അങ്ങനെ ഈ പദ്ധതി ബാധിക്കുന്നവരെയും കൂടി കേട്ട് എല്ലാവരുടെയും അങ്ങനെയാണല്ലോ നമ്മൾ എല്ലായ്പ്പോഴും വികസന പദ്ധതികൾ നടപ്പാക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയും നിലനിൽക്കുന്ന ഏത് ഗവൺമെന്റിന്റെയും മുൻപിൽ ഒരു വികസന പദ്ധതി നടക്കാൻ ഇതല്ലാത്ത വേറെ ഓപ്ഷൻ ഉണ്ടോ? എവിടെയാ സമരം? ആ സമരങ്ങളെ കൺവിൻസ് ചെയ്യുക, അതിനെ അഡ്രസ് ചെയ്യുക, എല്ലാവരെയും കേൾക്കുക, എന്നിട്ട് പദ്ധതി നടപ്പാക്കുമെന്നൊരു ഗവൺമെന്റ് പറഞ്ഞാൽ അതല്ലേ മാന്യമായ ഒരു സമീപനം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുക. കേരളത്തിന്റെ പ്രശ്നം എന്തായിരുന്നു അഭിലാഷ്? ഇവിടെ ഇത് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ മക്കളെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് DPR തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. DPR തയ്യാറാക്കിയിട്ട് നിങ്ങൾ കയ്യിൽ നിന്ന് 19 കോടി രൂപയും ചെലവാക്കി ഈ പാവപ്പെട്ട മനുഷ്യരുടെ പിന്നെന്താണ് ജീവിതത്തിന്റെ നടുവിലെ കല്ല് നാട്ടി വെച്ചു. അതിന് നിങ്ങൾ ചുമപ്പ് പെയിന്റ് അടിച്ചാലും അതിന് നിങ്ങൾ മഞ്ഞ പെയിന്റ് അടിച്ചാലും ആളുകൾ അതിനെ എതിർക്കും. കൃത്യമായി നഷ്ടപരിഹാരം കിട്ടുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇതിന്റെ പാരിസ്ഥിതിക പിന്നെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങളോടൊരു ഡയലോഗ് നടക്കണം. ഈ DPR ഇതൊരു പബ്ലിക് ഡയലോഗ് വിധ ഞാൻ എവിടെയും പബ്ലിക് ഡൊമൈനിൽ എനിക്കിതുവരെ കേരളത്തിന്റെ എന്താണ് ഈ പറയുന്ന DPR വിശദമായ ഒരു ചർച്ച ശരിയാണ് ഷിബു മീരാൻ, അതൊക്കെ ശരിയാണ്. DPR-നെ കുറിച്ചോ പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ചോ ഒരു ഡയലോഗ് നടന്നില്ല, സമൂഹത്തെ അവെയർ ആക്കിയില്ല, അങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായില്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ടാണല്ലോ ആ പദ്ധതി ഫ്രീസറിൽ വെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ നടപ്പാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണല്ലോ അത് പരാജയപ്പെട്ടു പോയത്. പരാജയപ്പെട്ടു പോയി എന്നുള്ളത് പുരാവൃത്തമാണ്. എന്റെ ചോദ്യം ഇനി UDF എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വികസന പദ്ധതി ആധുനിക ജനാധിപത്യത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും മാതൃകാപരമായ ഞങ്ങളുടെ മാർഗത്തെക്കുറിച്ച് ഞാൻ അഭിലാഷിനോട് ഷെയർ ചെയ്തത്. ഇതെന്നല്ല ഏത് വികസന പദ്ധതിയും. നമ്മളൊരു പഞ്ചായത്ത് റോഡുണ്ടാക്കാൻ തീരുമാനിച്ചാൽ പോലും അതിന്റെ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾ അവരെ വിശ്വാസത്തിലെടുത്ത് അവരോട് ഡയലോഗ് നടത്തി വികസന പദ്ധതികൾ കൊണ്ടുവരിക എന്നതാണ്.
അതിവിടെ ഉണ്ടാവും. നമ്മൾ ഇത് ഒറ്റയ്ക്ക് കേരളത്തിന്റെ ഈ പറയുന്നത് ഒന്നാകെ നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് തലയിലേറ്റി പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കൂട്ടരും മിണ്ടാതിരിക്കുന്നുണ്ട് BJP, അവരെ കൂടി ഡയലോഗിന്റെ ഭാഗമാക്കണം. ഇപ്പൊ നമുക്ക് 2 പേര് റെയിൽവേ പാതയുണ്ട്. ഇപ്പൊ കേരളയിൽ വന്നാൽ പോലും അഭിലാഷ്, ഞാനൊരു കേരളയിൽ എന്നല്ല, ഏത് അതിവേഗ പാത വന്നാൽ പോലും ഇവിടെ നിന്ന് കോഴിക്കോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വരാൻ മിനിമം ഒരു 2000 രൂപയെങ്കിലും ചിലവാകുമല്ലോ. എനിക്ക് ആ ട്രെയിനിൽ കയറാൻ കഴിയില്ല അഭിലാഷ്. ഞാൻ ഒരു സാധാരണക്കാരാണ്. ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് പോയി വരാൻ 12,500 രൂപ ചിലവാക്കുക എന്നുള്ളത് എനിക്ക് അഫോർഡബിൾ അല്ല. പിന്നെ ഞാൻ എങ്ങനെ യാത്ര ചെയ്യണം? എനിക്ക് സാധാരണ ട്രെയിൻ മതിയെന്ന്. ഞാൻ കുറച്ച് വൈകി പോയിക്കോളാം. നമ്മുടെ ഈ മലബാറിലേക്ക് പോകുന്ന ട്രെയിനുകളിലെ കുത്തി നിറച്ചുള്ള യാത്ര, നമ്മുടെ ട്രെയിനുകളുടെ വളരെ വേഗത കുറവ്. ഇപ്പൊ ഈ വന്ദേ ഭാരത് പറയുമ്പോൾ തന്നെ ആ വന്ദേ ഭാരതിന്റെ സ്പീഡ് കൂട്ടാൻ പിന്നെയും വേഗത കുറയുന്ന സാധാരണ ട്രെയിനുകൾ, ഇതാകെ ഈ ചർച്ചയിലേക്ക് വരണം. ഈ റെയിൽവേക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ. എല്ലാ ട്രെയിനുകളും ഓടണം. അപ്പൊ ഒരു ട്രാക്ക് കൂടെ മിനിമം വേണം, 2 ട്രാക്കെങ്കിലും വേണം കൂടുതലായി എന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ 4ാം പാത എവിടെ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ശ്രീ രാജീവ് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും ഉയർന്ന ഒക്യുപ്പൻസി കേരളത്തിലോടുന്ന തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും ഉയർന്ന ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് അത്രയും ആവശ്യമാണ്. വേഗം പോകാൻ ആവശ്യമുള്ള ആളുകൾ ധാരാളം ഉണ്ട്. ഇനി ഒരു വന്ദേ ഭാരത് കൂടി ഇട്ടോളൂ, സമാനമായിരിക്കും അവസരം. അപ്പോൾ ഈ നിലയിൽ ഉള്ള ഒരു സംസ്ഥാനത്ത് കേരളയിൽ നടക്കുന്നില്ല, അത് നടക്കാൻ സാധ്യതയുമില്ല, അത് വിട്ടേക്കൂ. അപ്പോൾ ജനങ്ങളുടെ യാത്രാ ആവശ്യം എന്ന പ്രശ്നം എങ്ങനെ അഭിസംബോധന ചെയ്യും എന്ന പ്രശ്നം അത് കേന്ദ്ര സർക്കാർ കൂടി പറയേണ്ടതാണ്. അല്ല, BJP അതിവേഗ ട്രെയിനിനെതിരല്ല. BJP കഴിഞ്ഞ ബജറ്റിൽ അതിവേഗ റെയിൽ കൊറിഡോർ എല്ലാ സംസ്ഥാനങ്ങൾക്കും, മിക്കവാറും സംസ്ഥാനങ്ങൾക്കും പ്രഖ്യാപിച്ചു, കേരളത്തിലില്ല. അല്ല, ഞാൻ പറയട്ടെ, ഒരു DPR കൊടുത്തിട്ട് 2 പ്രാവശ്യം റെയിൽവേ മന്ത്രിയായിട്ടുള്ള ശ്രീ അശ്വിനി വൈഷ്ണവ് ഇത് അപൂർവമാണ്, ഇത് പൂർണ്ണമല്ല, ഇത് പാരിസ്ഥിതിക വിഷയമുണ്ട്, DPR പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് കേരളം ചെയ്തിട്ടില്ല. അതിവേഗ ട്രെയിൻ ആവശ്യപ്പെടുന്ന സമയത്താണ് 2 വന്ദേ ഭാരത് കേരളത്തിന് കൊടുക്കുന്നത്. അത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിനകത്ത് റെയിൽവേ വിഷയം എന്താണ്? റെയിൽവേയുടെ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് അങ്ങോട്ടുള്ള ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഉപോത്പരമായിട്ട് പാത ഇരട്ടിപ്പിക്കാനുള്ള സൗകര്യം, സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യം ഈ സർക്കാർ എടുത്തു കൊടുക്കുന്നില്ല. ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പാത ഇരട്ടിപ്പുകൾ നടക്കുന്നത്. 4ാമത്തെ ലൈന് വരണം, 3ാമത്തെ ലൈന് വേണം, പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ച് വികസനം നടക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റാണ്, ഒന്ന് റോഡും ഒന്ന് റെയിൽവേയും. രാജ്യം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം അല്ല, അത് പൊളിറ്റിക്കൽ അജണ്ടയാണെന്നേ. അത് പൊളിറ്റിക്കൽ BJPയുമായി കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാതെ രാഷ്ട്രീയപരമായിട്ട് വെറുക്കുക. അതാണ് ഈ കഴിഞ്ഞ സർക്കാർ നടന്നിട്ടുള്ളത്. അതേ നടപടിയാണ് ഈ സർക്കാർ എടുക്കണമെങ്കിൽ കേരളത്തിനാണ് നഷ്ടം. അത് മാറണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ വികസനം ഉണ്ടാകണം. വികസനത്തിന് BJP എതിരല്ല, ആവശ്യത്തിനധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്, ആ മനോഭാവമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. നമ്മൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നോക്കൂ, ആ പദ്ധതികളിലെല്ലാം തന്നെ വികസനത്തോട് വേർതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഞാൻ അഭിലാഷ് ഒരു കാര്യം കൂടി, നമ്മൾ ഈ പാരിസ്ഥിതിക പഠനം ഒന്നുമില്ല, നമ്മൾ നോക്കാം മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളും നമ്മൾ എടുത്ത് നോക്കുക, ടണലാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 800 കിലോമീറ്ററേ ഉള്ളൂ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ടണൽ ഉപയോഗിക്കാം. നിരവധിയായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പം ശ്രീധരൻ കുന്നംകുളത്തൊരു പദ്ധതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ ഇതൊക്കെ കഴിഞ്ഞ ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിച്ചിരുന്നല്ലോ. അല്ല, പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സമർപ്പിച്ചിരുന്നു അദ്ദേഹം. അതെ, സ്വീകരിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ പത്രക്കാരൻ നിരവധി തവണ കേട്ടു. അത് സർക്കാർ പറഞ്ഞിട്ടാണോ ചെയ്തത്, റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടാണോ ചെയ്യുന്നപ്പോൾ അശ്വിനി വൈഷ്ണവ് അത് പരിശോധിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം ചെയ്യുന്നത് 100% ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത്. കാരണം ഇവർ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന എന്താണ്? ഒരു പ്രായോഗിക തലത്തിൽ വരാത്ത സാധനമാണ് കേരള സർക്കാർ കൊടുക്കുന്നത്. കേരള സർക്കാർ കേരളയിലായിട്ട് ബന്ധപ്പെട്ടിട്ട് 65,000 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 165 കോടി രൂപ കൺസൾട്ടന്റിനും കല്ലിടാൻ വേണ്ടി കൊടുത്തു. എന്ത് പ്രയോജനം? അംഗീകാരമില്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടി. അങ്ങനെ ഒരു കാര്യം, ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന സാധനത്തിനകത്ത് എങ്ങനെയാണ് അനുമതി കൊടുക്കുന്നത്? ശരി, അപ്പം നല്ലൊരു വിഷയം വരികയാണെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുന്നത്. അത് സർക്കാർ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ ശ്രീധരൻ നിൽക്കുന്നത്. അനിൽ ബോസ്, ഇപ്പോ കേരളയിൽ വിജ്ഞാപനം പിൻവലിച്ചു. ഓക്കെ, കേരളയിൽ എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല, പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ കൂടി പ്രതിഫലനമാണല്ലോ ഇലക്ഷനിൽ കണ്ടത്. അതുകൊണ്ടാണല്ലോ 105 സീറ്റിൽ ഇടത് മുന്നണി തോറ്റുപോയത്. 35 സീറ്റ് മാത്രമാണ് അവർക്കുള്ളത്. അത് ഇനിയിപ്പോൾ ഒന്നുകൂടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് അതിവേഗ റെയിലോ അതിവേഗ റോഡോ ഒക്കെ സംബന്ധിച്ച് എന്താണ് UDFന് ചെയ്യാനുള്ളത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരിസ്ഥിതിക്ക് ഒരു ആഘാതവും ഇല്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി നടപ്പാക്കുക? അതിനുള്ള എന്ത് വിഷനാണുള്ളത്?
അല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട 63,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക ആഘാതമോ മറ്റു വിഷയങ്ങളോ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളോ അവരെ ആശങ്കയിലാക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോയത്. അതായത് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ പ്രൊപ്പഗണ്ടകൾ സൃഷ്ടിച്ചതും ഈ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയതും. ഇത്രയും സമരം, ആയിരക്കണക്കിന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരങ്ങളിലേക്ക് ആളുകളെ തള്ളിവിട്ടതും നിരവധി കേസുകളിൽ അവരെ പ്രതിയാക്കിയതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഞങ്ങൾ പകരം വയ്ക്കുന്ന അതിവേഗ റെയിലെന്ന് പറയുന്ന പേരിൽ മാത്രമല്ല വ്യത്യാസം, പദ്ധതിയിലും വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം പറയാം. നിലവിലുള്ള റെയിൽവേ ലൈൻ ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി ഇടങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി ഞങ്ങളുടെ പാക്കേജ് വരുന്നത്, ഞങ്ങളുടെ പ്രോജക്റ്റ് വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ചെയ്യുന്ന സന്ദർഭത്തിൽ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി കാളപറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആ ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പകരം അതിവേഗ റെയിൽ വേണം, അതിവേഗ റോഡ് വേണം, ഇതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പ്രിയപ്പെട്ട സ്നേഹിതൻ ഷിബു ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ അന്നൊക്കെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കന്നുകാലിയെയും കൊണ്ട് എങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകും, ചീറിപ്പാഞ്ഞു അപകടമാവില്ലേ, പാവപ്പെട്ട ക്ഷീര അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും വരും. പക്ഷേ ഇതല്ല. ഇതിനെ അതിവേഗ റെയിലാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു. ദേശീയപാതയ്ക്ക് കല്ലിട്ടതിന് ദേശീയപാത വികസനം വൈകിപ്പോയത് എന്തുകൊണ്ടാണ് കേരളത്തിൽ? എന്തുകൊണ്ടാണ് വൈകിപ്പോയത്? കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ സ്ഥലമില്ല, അവൈലബിളായി സ്ഥലം ലഭ്യമല്ലാത്ത ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. അപ്പം നമുക്ക് 5 സെൻറ്റുകാർ, 10 സെൻറ്റുകാർ, 7 സെൻറ്റുകാർ, 20 സെൻറ്റുകാർ താമസിക്കുന്ന ഇടത്തേക്ക് അവർ വലിയ പാതാ വികസനം വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കാനില്ല. ഉള്ള ഭൂമി വിട്ടുകൊടുത്താൽ അവരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടണം, പ്രൈസ് വാല്യൂ കിട്ടണം. അത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് മാർക്കറ്റ് വാല്യൂ. നമ്മളിവിടെ സാധാരണ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ മിനിമം തുക വെച്ച് ആധാരം ഇടുന്ന കീഴ്വഴക്കമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് വെച്ച് നമുക്കൊരു ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയും? ഒരു അംഗനവാടി കെട്ടിടം പണിയാൻ പോലും ഒരു സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയുമോ? അങ്ങനെ വില്ലേജിൽ അല്ല രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ ആധാരത്തിൽ കാണിക്കുന്ന വില വെച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? സർക്കാരിന് അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? പൊതുവിപണിയിൽ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷം കിട്ടാനുണ്ടെങ്കിൽ ആ ഭൂമി എങ്ങനെയാണ് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും വിട്ടുകൊടുക്കാൻ കഴിയുക? അപ്പം അതിന് പകരം പ്രപ്പോസൽ വേണം. അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിഷൻ. ആ വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിപണിയിൽ, അതായത് രജിസ്ട്രേഷൻ കാണിക്കുന്ന അല്ല, അവിടെ എന്താണോ പൊതുവിപണിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളത് അതനുസരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടിയതുകൊണ്ടാണ് ഈ ദേശീയപാത വികസനം നടക്കുന്നത്. അതിനുള്ള നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ജനോപകാരപ്രദമായി ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ, അത് ജനങ്ങൾക്ക് ഭാവിയിൽ അവർക്ക് ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ സഹകരിക്കുന്നേ. ജനങ്ങൾ സഹകരിക്കും. ജനങ്ങൾ അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്, അവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. ഒരു കാര്യം കൂടി പക്ഷേ ഇവിടെ പിന്നെ സമരസമിതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരാളാണല്ലോ മിനി ചർച്ചയിലിരിക്കുന്നത്. അവരൊരു ആശങ്ക പങ്കുവെച്ചു. ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പിൻവലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് പിൻവലിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് രാവിലെ പിൻവലിക്കുമല്ലോ. കേസിൻ്റെ പൊസിഷൻ, ഏതൊക്കെ കേസുകൾ, ഏതൊക്കെ സ്റ്റേഷനിൽ ആരൊക്കെ പ്രതികൾ, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കേസ് പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകും. സമരസമിതി ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളോടും ഞങ്ങൾ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ സമരക്കാരെ കാണില്ല, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, തിരുമുമ്പിൽ പിന്നെ അടിയാൻ കുടിയാൻ പോലെ നിൽക്കണം. ആ പണിക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു ശൈലി UDF സർക്കാരിനില്ല. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ജനങ്ങളുടെ ദാസന്മാർ എന്ന സമീപനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. ഈ പറയുന്ന ഏത് വിഷയം ആണെങ്കിലും, ഏത് വികസന പ്രശ്നമാണെങ്കിലും, ക്ഷേമ വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ വിശദമായ പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. ശരി, ഓക്കെ. ഇനി ഡോക്ടർ പ്രേംകുമാർ, കേരയിൽ എന്ന അധ്യായം അവസാനിച്ചു. അടുത്തത് എന്ത് എന്നുള്ളതാണല്ലോ ചോദ്യം. UDFന്റെ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി എന്താണ്? അവർ അതുമായി ബന്ധപ്പെട്ട ആശയം അവതരിപ്പിച്ചാൽ എന്തായിരിക്കും ഇടതുപക്ഷത്തിന്റെ നിലപാട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. കാരണം വികസന വായ്ത്താരിയായിരുന്നു കേരളയിൽ നടപ്പാക്കാൻ ഒരുമ്പെടുന്ന സമയത്ത് മുഴുവൻ. പ്രതിപക്ഷത്ത് വരുമ്പോൾ അതേ വായ്ത്താരി ഉണ്ടാവുമോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഇവിടെ നേരത്തെ 2001 കാലഘട്ടത്തിലെ എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പറഞ്ഞല്ലോ. അന്ന് VS അച്യുതാനന്ദൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അതിനെതിരായിരുന്നു. സിവിൽ സൊസൈറ്റി അതിനെതിരായിരുന്നു. അവിടെ വലിയ സമരമൊന്നും നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സമരം എന്നുള്ളതിനേക്കാൾ സിവിൽ സൊസൈറ്റി എതിരായിരുന്നു, VS അച്യുതാനന്ദനെതിരായിരുന്നു, മാധ്യമങ്ങളെതിരായിരുന്നു. പിറകോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ 2001-ലും 2021-ലും
ഒരു തവണ MK മുനീർ, പിന്നെ പിണറായി വിജയൻ. രണ്ടിന്റെയും പ്രശ്നം കേരളത്തെ രണ്ടായി പിളർക്കുന്നു. രാമേട്ടൻ എങ്ങനെ പശുവിനെ കെട്ടും എന്നുള്ളതായിരുന്നു. ഇനി 2041 വേറൊരു പദ്ധതി വന്നാലും രാമേട്ടൻ എങ്ങനെ പശുവിനെ കെട്ടും എന്ന പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താകും ഈ കാര്യത്തിൽ? അല്ല, ഇടതുപക്ഷത്തോടാണ് ചോദ്യം. സമരം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്ത് എന്തായിരിക്കും നിലപാട്? ഇനി ഒരു പദ്ധതി അവതരിപ്പിച്ചാൽ അത് കേൾക്കാനെങ്കിലും തയ്യാറാവുമോ? ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും കേൾക്കാൻ തയ്യാറാവുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലവും കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നാടിന്റെ വികസനം എന്നുള്ളതാണ്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു കേരള ഇക്കോണമി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ എന്താ പറയുക വിദ്വേഷങ്ങൾ മാറ്റി നിർത്തി സഹകരിക്കുക എന്നുള്ളതാണ്. അത് ആദ്യ തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുന്നു. 2021 സത്യപ്രതിജ്ഞ മുതൽ സർക്കാർ നടത്തിയ സകല പരിപാടികളിലും വിട്ടുനിൽക്കുന്ന ഒരു ശീലമുണ്ടായിരുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ക്രിയേറ്റീവായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന, വിമർശനാത്മകമായി കൂടെ നിൽക്കുന്ന ഒരു നിലപാടാണ്. ഇനി ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിന് ചെറിയ പ്രശ്നമുണ്ട്. എക്സ്പ്രസ് ഹൈവേ വന്നിരുന്നുവെങ്കിൽ അതിനുള്ള പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിന്റെ പൊതുഗതാഗതത്തിന് വേണ്ടത് റോഡല്ല എന്നുള്ളതാണ്. ലോകത്തൊരിടത്തും റോഡുകളല്ല ഇതിന് പരിഹാരം. പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഉദാഹരണം UAE എന്താണ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അവിടെ സ്ഥലത്തിന് പ്രശ്നമില്ല, ടാറിന് പ്രശ്നമില്ല, പെട്രോളും ഡീസലിനും ക്ഷാമമില്ല. അവിടെ എത്തിഹാദ് റെയിൽ എന്ന് പറഞ്ഞ റെയിലാണ് വരുന്നത്. ഫ്യൂച്ചർ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ഹൈ സ്പീഡ് റെയിലാണ്. അതുകൊണ്ട് റെയിലാണ് വേണ്ടത്. അതുകൊണ്ടായിരിക്കാം എക്സ്പ്രസ് അവയെ എതിർക്കപ്പെട്ടിട്ടുണ്ടാവുക. എങ്കിൽ പോലും ആ എക്സാമ്പിൾ തന്നെ ഇവിടെ സിൽവർ ലൈൻ കൊണ്ടുവന്ന് എടുത്തു എന്നുള്ളത് കൊണ്ട് റോഡല്ല റെയിലാണ് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നില്ല കേട്ടോ. റോഡല്ല റെയിലാണ് വേണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ? രാമേട്ടൻ എങ്ങനെ പശുവിനെ കെട്ടുമെന്ന് പറഞ്ഞായിരുന്നു. കാര്യം അതായിരുന്നു. യെസ്, തീർച്ചയായിട്ടും ഞാൻ അതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അന്ന് എക്സ്പ്രസ് ഹൈവേ വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മൾ ഹൈസ്പീഡ് റെയിലിനെ പറ്റി തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഷിബു മീരാൻ പറഞ്ഞതിനകത്ത് വളരെ പ്രശസ്തമായ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോ, എനിക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ നോർമൽ ട്രെയിൻ വേണം. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കാരണം നിലവിലുള്ള ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തരുത്. അത് സ്ലോ ട്രാവൽ ചെയ്യാനുള്ള, അഫോർഡബിൾ ട്രാവൽ ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. വന്ദേ ഭാരത് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതിനകത്തുള്ള പ്രശ്നം ഇതാണ്. പാരലൽ ആയിട്ടുള്ള വേറെ ഒരു 3-4 ട്രാക്കാണ് നമുക്ക് വേണ്ടത്. ഇതിലൂടെ വേഗതയുള്ള വണ്ടി ഓടിച്ചാൽ കൂടുതൽ കാശ് കൊടുക്കാൻ പറ്റുന്ന സത്യമാണ്. ഈ കേരയിൽ ഡിബേറ്റ് നടന്ന സമയത്ത് ഡോക്ടർ RVG മേനോൻ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു, എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിന് സമാന്തരമായി 2 ലൈനും കൂടി പണിയുക, എന്നിട്ട് ഈ അതിവേഗ ട്രെയിനുകൾ ആ ട്രാക്ക് വഴി ഓടിക്കുന്ന സജഷൻ അന്നേ വന്നാണല്ലോ. അന്ന് കേരയിലേ പറ്റൂ, ഇപ്പോൾ ഉള്ള DPR അനുസരിച്ച് പോകണമെന്ന വാശി ആർക്കായിരുന്നു? അഭിലാഷേ, എനിക്ക് പറയാൻ സമയം തരണം. RVG മേനോൻ പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. കാരണം എക്സിസ്റ്റിംഗ് ട്രാക്കിനുള്ള പ്രശ്നം എന്താണ്? അതിൽ 600-ലധികം വളവുകൾ ഉണ്ടെന്നുള്ളതാണ്. അതിനോട് ചേർന്നുകൊണ്ട് 3-4 ട്രാക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ആ ട്രാക്ക് പോകുന്നത് മുഴുവൻ കേരളത്തിലെ മെട്രോ നഗരങ്ങളിലൂടെയാണ്. അവിടെ എന്താ പറയാ, അവിടെ ലാൻഡ് അക്വയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവായ കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രീൻഫീൽഡ് ഹൈവേ എന്നുള്ള സാധനം വന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് ഉണ്ടാക്കുന്ന, മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ ആണ്. ലാൻഡ് വിട്ടുകൊടുത്ത ഒരാൾക്കും ഇന്നേ വരെ പരാതിയില്ല. അത് മാത്രമല്ല, NH-66 വേണ്ടി ലാൻഡ് അക്വിസിഷൻ നടത്തിയത് പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റ് ആണ്. ഒരു കുട്ടിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്റെ ഭൂമിക്ക് കിട്ടേണ്ടുന്ന കാശ് കിട്ടിയില്ല എന്നുള്ളത്? അനിൽ ബോസ് പറഞ്ഞതുപോലെ CPM-ന് കൂടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് LARR ആക്ട് പ്രകാരം ഈ നിരക്കുകൾ നിശ്ചയിച്ചത്. അത് പ്രകാരമാണ് കോമ്പൻസേഷൻ കൊടുത്തത്. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്ത് ആളുകളെ സിൽവർ ലൈനിന്റെ കേസിലും അത് തന്നെയായിരുന്നു. ആളുകൾ ആയിക്കോട്ടെ, CPM വേണ്ട, സമ്മതിച്ചു, ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ആളുകളെ കോൺഫിഡൻസിൽ എടുക്കുകയാണ് വേണ്ടത്. കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഇനി ഈ സമരസമിതിക്കാരോടോ അല്ലെങ്കിൽ 2ാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പ്രൊജക്ടിനോട് UDF-ഓ മുസ്ലിം ലീഗോ സപ്പോർട്ട് ചെയ്തിരുന്നോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. വയനാട്ടിലേക്കുള്ള ടണൽ പ്രൊജക്ടിനെ ഞങ്ങൾ എതിർക്കുമെന്നാ പറഞ്ഞത്. തീരദേശ ഹൈവേ ഞങ്ങൾ എതിർക്കുമെന്നാ പറഞ്ഞത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ സ്ഥിരം പല്ലവി അതായിരുന്നു, ഞങ്ങൾ എതിർക്കും, വയനാട്ടിലേക്കുള്ള വഴി ഞങ്ങൾ എതിർക്കും. ഇത് മാറിയിട്ട്
മാറിയിട്ട് ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള പ്രൊയാക്റ്റീവായിട്ടുള്ള നിലപാടായിരിക്കും LDF-ന്റെയും CPM-ന്റെയും പക്ഷത്തുനിന്നുണ്ടാവുക. അല്ലെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയട്ടെ, VD സതീശൻ ഗവൺമെന്റ് HSR പദ്ധതിയുമായി വന്നാൽ അതിനെ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും. എന്റെ സപ്പോർട്ടിന് എന്തെന്നുള്ളത് കാര്യം. അതുപോലെ ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ആളുകൾ വിശ്വാസം ചെയ്താൽ. BJP-ക്കാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ എലക്ട് ചെയ്യൂ, കേരളത്തിൽ വികസനം വരും, ഇവിടെ ദാരിദ്ര്യമാണെന്ന് സ്ഥാപിക്കൂ, അപ്പോ വികസനം വരും. അവരെ ഇതിനെയും സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം LDF നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ പാരവെച്ച BJP കോൺഗ്രസ് നടപ്പിലാക്കുന്ന HSR-ന് അനുമതി തരുമെന്ന് ഞാൻ ഇപ്പോൾ അത്ര വിശ്വസിക്കാൻ മാത്രം ഒപ്റ്റിമിസ്റ്റിക് അല്ല ഞാൻ. അല്ലെങ്കിൽ ഇവര് തമ്മിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം. അതില്ലാത്തടത്തോളം അതുകൊണ്ടാണ് ജനങ്ങൾ തിരിച്ചടിച്ചത്. ശരി ശ്രീമതി മിനി ഫിലിപ്പ്, അടുത്ത സർക്കാർ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പ്രഖ്യാപിക്കും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ വർഷങ്ങളിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ചുള്ള വാഗ്ദാനം എന്ന് പറയുന്ന എല്ലാ പ്രകടന പത്രികയിലും കാലാകാലങ്ങളിലായി ഉണ്ടാവാറുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അതൊരു വാചകം മാത്രമായി കണ്ടേക്കാം. അതിനപ്പുറത്ത് കോമ്പൻസേഷൻ അവിടെ നിൽക്കട്ടെ, ഈ സ്ഥലം ഏറ്റെടുക്കാതെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഏത് പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്താലും ഇതേ പ്രശ്നങ്ങളും ഇതേ എതിർപ്പും ഉണ്ടാവില്ലേ? ഒരു എതിർപ്പുമില്ലാതെ ഒരു പദ്ധതി ഉണ്ടാവുക എന്നുള്ളത് സാധ്യമാണോ? ഈ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ബദല് നിർബന്ധമായും വേണം എന്ന നിലയിൽ നമ്മൾ ചർച്ച പോകുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്ന, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു പദ്ധതി അനിവാര്യമാണ് എന്ന നിലയിലുള്ള ആലോചന പോകുന്നത് എന്തിനാണ്? ജനങ്ങളുടെ യാത്രാക്ലേശമാണ് സിൽവർ ലൈൻ പദ്ധതി ഉന്നം വച്ചിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ സമാനമായ പദ്ധതികൾ ഉന്നം വയ്ക്കുന്നതെങ്കിൽ, ഈ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടുന്ന ജനങ്ങളെ കുടിയിറക്കുന്ന ഒരു പദ്ധതിക്ക് ബദലുണ്ടോ എന്നല്ലേ അന്വേഷിക്കേണ്ടത്? സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരം നടക്കുന്ന സമയം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് ബദലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. KSRTCയെ ശക്തിപ്പെടുത്തുക. ഈ നാട്ടിൽ നിത്യേന എന്ന വണ്ണം യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളായ സ്ത്രീ പുരുഷന്മാർക്കും വിദ്യാർത്ഥികൾക്കും യഥേഷ്ടം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ KSRTCയെ ശക്തിപ്പെടുത്തണം. അതാണ് ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത്. 2, റെയിൽവേ ഗതാഗതം ശക്തിപ്പെടുത്തണം. ഏതൊരാൾക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ റെയിൽവേ ഗതാഗതം ശക്തിപ്പെടുത്തണം. ആവശ്യത്തിന് പാസഞ്ചർ ട്രെയിനുകൾ ഇടണം. ഈ പണിയെടുക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് ആദ്യം ഉണ്ടാക്കേണ്ടുന്നത്. സിൽവർ ലൈൻ പദ്ധതി വന്നപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒറ്റയടിക്ക് പോകാൻ ഏതാണ്ട് 75,000 ആളുകൾ പ്രതിദിനം യാത്ര ചെയ്യും എന്നൊരു കണക്കാണ് DPR കാണിച്ചത്. അങ്ങനെ യാത്ര ചെയ്യാൻ ആളുകളുണ്ടോ കേരളത്തിൽ? മുംബൈ പൂന ഹൈവേയിലെ ഓടുന്ന അതിവേഗ ട്രെയിനിൽ പോരും ആ DPR പറയുന്ന 40,000 ആളുകളെ യാത്ര ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് കാസർഗോഡ് എത്തുമ്പോഴേക്കും 70,000 ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്നത്? എന്ന് തന്നെയുമല്ല, കേരളത്തിൻ്റെ യാത്രാ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മൾ കൊച്ചി മെട്രോ പരിശോധിച്ചാൽ, തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ എടുത്താൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനകം 7-8 സ്റ്റോപ്പുണ്ട്. ഓരോ കിലോമീറ്ററിനകത്ത് സ്റ്റോപ്പാണ്. 100 കണക്കിന് ആളുകൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതാണ് കേരളത്തിൻ്റെ യാത്രാ ആവശ്യകത എന്ന് പറയുന്നത്. അവിടെയാണ് കേവലം 11 സ്റ്റോപ്പുള്ള ഒരു റെയിൽ വയ്ക്കുന്നത്. അത്രത്തോളം അബദ്ധമാണ് ഇത്തരം ആലോചനകൾ. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ ഈ ആലോചിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. പാസഞ്ചർ ഫ്രണ്ട്ലി അല്ല, ജനാനുകൂലമായ സംഗതികളല്ല. ഞാനിത് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സംഗതി. 2, ഇത്രത്തോളം കോടികൾ ചെലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അതാണ് വികസനം എന്ന് പറയും. ദീർഘകാലമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. അതല്ല വികസനം. ഇതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള വമ്പൻ നിർമ്മിതികളോ അല്ല വികസനം. അഥവാ അത് മാത്രമല്ല വികസനം. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം, ഇത്രത്തോളം വലിയ പദ്ധതികൾ വരുന്ന സമയത്ത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ടോ? ഈ വികസനത്തിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാകുന്നുണ്ടോ?
ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇരിക്കുന്ന ഒരു കൂര വളരെ തീർച്ചയായും ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ചോദ്യങ്ങളാണ്, പ്രസക്തമായ വാദങ്ങളാണ്. ജനങ്ങളുടെ അഭിപ്രായം ബാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ശരിയായ കാര്യം തോന്നുന്നു. എനിക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ മടങ്ങിയത് ചർച്ചയിലേക്ക് വിടും. ശ്രീ രാജീവ്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് അഹമ്മദാബാദിലേക്ക് അതിവേഗ ട്രെയിനുണ്ട്. BJP സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ അതിവേഗ റെയിൽ കോറിഡോറുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ സംസ്ഥാനം ആണ് എന്നിരിക്കെ ഇവിടെ അത് റെയിൽ വേണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വേണോ, അതിന് എന്ത് പേരിടണം എന്നുള്ളത് അവിടെയൊക്കെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് പെട്ടെന്ന് അഫോർഡബിൾ ആയ വിധത്തിൽ യാത്ര ചെയ്യാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ വേണമല്ലോ. അതിന് എന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയുക? തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച കണക്ക് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 6 മന്ത്രിമാരും മൻമോഹൻ സിംഗ് ഉണ്ടായിട്ടും കേരളത്തിനകത്ത് ഹൈവേ വികസനം നടത്തുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതി കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അതിവേഗ ട്രെയിൻ വരും, അതിനകത്ത് സംശയമില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കും. നമുക്കറിയാം വന്ദേ ഭാരതിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വലുതാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. എളുപ്പം പോകാൻ പറ്റുന്നവർക്ക് അവരെ ആശ്രയിക്കുന്ന അതിവേഗ എക്സിസ്റ്റിംഗ് റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടെ സഹകരിക്കണ്ടേ? അങ്കമാലി ശബരി റെയിൽപാത സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാഞ്ഞിട്ടാണോ അവിടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതിന് വക മാറ്റിയിട്ടുണ്ടല്ലോ. റെയിൽവേക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സർക്കാർ അതിനകത്ത് മറ്റു നടപടികളുണ്ടെങ്കിൽ ഹൈവേ വികസനത്തിൽ അവസാനം നിതിൻ ഗഡ്കരി എന്താണ് പറഞ്ഞത്? സ്ഥലം ഏറ്റെടുക്കലിന്റെ പൈസ കൂടി ഞങ്ങൾ തരാം എന്നീ സർക്കാരിനോട് പറഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് 5000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തപ്പോഴല്ലേ ഹൈവേ പണിതത്. ഇത് അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. പല ഘട്ടത്തിലായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ വയ്യ. നമ്മളെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെ മരുമോൻ ഉൾപ്പെടെ നിന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ദേശീയപാത പൂർത്തിയാക്കാനുള്ള നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പൊ രാജീവിന് തന്നെ നേരിട്ട് അറിയാവുന്ന കഴക്കൂട്ടം കടമ്പാട്ടുകോണം സ്ട്രെച്ച് പൂർത്തീകരിക്കാൻ എന്ത് സ്ഥലത്തിന്റെ കുറവുള്ളത്? നടന്നുകൊണ്ടിരിക്കല്ലേ. എത്ര കാലമായി നടക്കുന്നു? എന്തായിരുന്നു ഡെഡ് ലൈൻ? ഈ വർഷം തീരുമെന്ന് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പറയാൻ ഇത് ഇവിടം തൊട്ട് കാസർഗോഡുള്ള പണി തുറന്നു പല സ്ഥലത്തും തുറന്നു കൊടുത്തോണ്ടിരിക്കുകയല്ലേ. 2026 സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൃത്യമായിട്ട് തുറന്നു കൊടുക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടുള്ള രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഹൈവേകളും ഏതാണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റം ഇഴച്ചിൽ പണിയൊന്നുമല്ല. അത് കൃത്യമായിട്ട് നടന്നുകൊണ്ട് നമുക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് വന്ന മഴ മറ്റു കാര്യങ്ങളാണ് അതിനെ ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാനല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, തിരുവനന്തപുരത്ത് നടക്കുന്ന വർക്ക് ഒന്ന് അഭിലാഷ് നോക്കണം. 3 ടേണാണ്. രാവിലെ 7 മണി തൊട്ട് 1 മണി വരെയും 1 മണി തൊട്ട് 6 മണി വരെയും 6 മണിക്ക് ശേഷം അർദ്ധരാത്രി 1 ടേൺ 3 ടേൺ നിന്നാണ് ജോലി ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ശരി, എന്തായാലും കഴിയാത്തതാണെങ്കിൽ ഇപ്പൊ വടകരയിലെ കമ്പനിയെ മാറ്റി വേറെ കമ്പനിക്ക് കൊടുത്ത പോലെ പണി അറിയാവുന്ന ആളുകളെ ഏൽപ്പിക്കുക, പെട്ടെന്ന് തീർക്കുക, അത്രേ ഉള്ളൂ. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.